പാവാടി അവൻ. നീ എന്തിനാടി അവനെ അടിച്ചേ? കൊള്ളാലോ. അപ്പൊ അവൻ എന്നെ അടിച്ചതോ? നീ അവന്റെ തങ്കക്കട ആയോണ്ട് ഐശ്വര്യമായിട്ട് ഡീസന്റ് ആയിട്ട് വരുമെന്ന് ചിലപ്പോ വിചാരിച്ചു കാണും. നീ ഒരുമാതിരി ബോക്സിങ്ങിനൊക്കെ പോകുന്ന പോലെ ബുള്ളറ്റിലൊക്കെ വന്നിറങ്ങിയ അവന് എന്നെ പ്രാന്ത് കയറില്ലേ? എടാ പൊട്ടാ, ഞാൻ അവനെ പ്രേമിക്കുന്നു വെച്ചിട്ട് എന്റെ ഇഷ്ടമൊക്കെ ഞാൻ മാറ്റി വെക്കുന്നത് എന്തിനാ? ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു. വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല, മെസ്സേജ് ചെയ്യാൻ പാടില്ല, ആ ഡ്രസ് ഇടരുത്, ഈ ഡ്രസ് ഇടരുത്, ഇങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്ന അതെങ്ങനെയാ പ്രേമാവുന്നേ? ആ ശരി പോട്ടെ, അത് വിട്. ഇപ്പൊ എന്തായാലും സമാധാനായില്ലേ? എന്നാലും എനിക്ക് എന്തോ ഒരു വിഷമം പോലെയുണ്ട്. എനിക്കിപ്പൊ അവനെ ഒന്ന് പോയി കാണാൻ തോന്നുക. ഹോസ്റ്റലിലേക്ക് പോയാലോ നമുക്ക്? ഇപ്പോഴോ? സമയം നോക്കടേ. ഈ സമയത്തൊന്നും ഹോസ്റ്റലിനകത്ത് കയറാനൊന്നും പറ്റില്ല. അതും നമ്മുടെ ബോയ്സ് ഹോസ്റ്റലില്. എന്റെ അമ്മ ഞാനങ്ങും ഇല്ല. നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ഡാർലിങ് കൂടെ ഇല്ലേ? എന്താ? ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല. എന്റെ അച്ഛൻ അറിഞ്ഞ് എന്നെ കെട്ടിയിട്ട് അടിക്കും. അപ്പൊ നീ വരില്ല? അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞോളാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഞാൻ വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓരോരുത്തരായിട്ട് പോവാം. അത് ഞാൻ അകത്തെയല്ലോ. എന്നിട്ട് നിങ്ങൾ വന്നാ മതി. ശരി ശരി. അടിക്കടവനെ ചെല്ല്. അടുത്ത് നീടി ചെല്ല്. ആ വഴി വിട്ടോ, അടുത്ത ചെല്ല്. അടിക്കടാ. ആ ചെല്ല് പോ. ആ അടിക്ക്. ഇവളെന്താ ഇവിടെ? അകത്തേക്ക് കയറിവാടാ. എന്താണ് എല്ലാരും കൂടെ ഇവിടെ ചെയ്യുന്നേ? ഡയറി മിൽക്ക്. ഓ അതാണോ? എൻജോയ് എൻജോയ്. സൂര്യ അവൻ എവിടെയെങ്കിലും പോയി നോക്ക്. അവൻ സൂര്യ ഇതൊരു ബോയ്സ് ഹോസ്റ്റലല്ലേ? നിനക്ക് തലയ്ക്കൊരു വെളിവില്ലേ? ഇതെങ്ങാനും വാർഡൻ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കയ്യിന്ന് പോകും. പറഞ്ഞേക്കാം. നീ വേഗം ഇവിടെ ഇറങ്ങി പോവാൻ നോക്കിയേ. എവിടേക്ക് വന്നേ? അങ്ങനെ പോകാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മതാ സൂര്യ. എന്താടാ ഇത്? കോളേജ് കുമാരൻ, ഇസ്ലും മഹാരാജൻ. അവള് പ്രണയത്തിന്റെ വല വീശിയപ്പോ ആ വലയിൽ കുരുങ്ങി അവൻ വീർപ്പ് മുട്ടി. ഇത് പനിനീർപ്പൂവിന്റെ പ്രണയകാവ്യം പോലെയുണ്ട്. നീ കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിൽക്കാണെന്നുണ്ടെങ്കിലേ അതിന്റെ പേരിൽ അവനൊരു കവിത ഉണ്ടാക്കും. അതുകൊണ്ട് പോവാൻ നോക്ക്. ഒന്ന് വേഗം വാടി. വേഗം ആവട്ടെ. പോക്കോ.
ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാരണവശാലും നമ്മുടെ കോളേജിന്റെ പേരിന് കോട്ടം വരരുത്. നമ്മുടെ സീക്രട്സ് പുറത്തറിയാൻ പാടില്ല. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും യാതൊരു തടസ്സവും ഉണ്ടാവരുത്. എനിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ് പ്രധാനം. ഇന്നലെ രാത്രിയുണ്ടായ സംഭവം പുറത്തൊരു ഇഷ്യൂ ആവരുത്. സ്റ്റുഡൻസിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. സർ, കോളേജിലടുത്തൊരു ക്യാമ്പ് നടത്താൻ പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യാം. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കോളേജിൽ 7 days ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്ന 50 പേർക്കാണ് അവസരമുള്ളൂ. താല്പര്യമുള്ള സ്റ്റുഡൻസ് ഓഫീസിൽ വന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. താങ്ക് യു. സാറിനോട് ഞാൻ എങ്ങനെയാണ് ഇക്കാര്യം പോയി പറയുന്നത്? നീ നടക്ക്, നമുക്ക് നോക്കാം. സാർ, ഒരു കാര്യം, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്ന സംഭവമാണെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നൊരു കാര്യം, മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സാർ, യു കൻ ഗോ നൗ. എക്സ്ക്യൂസ് മീ സർ, എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ആ സൂര്യ, ഒരു 7 days ക്യാമ്പ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തനിക്ക് പറ്റുമെങ്കിൽ ഒരു ബസ് കൊണ്ടുവരാൻ പറ്റുമോ? ബസ്? ഇനിയിപ്പോ കല്യാണോ കാതുകുത്തോ അടിയന്തരോ നിശ്ചയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ബസ് എപ്പോഴും റെഡിയാ. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. ആ ഷുവർ സർ. സർ, കോളേജിൽ മൊബൈൽ അലൗഡ് അല്ലല്ലോ. സാറിൻ്റെ മൊബൈലൊന്നും തന്നിരുന്നെങ്കിൽ. ഇതാ. ഹലോ സർ, പോകാനുള്ള ബസ് പുറത്ത് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആ ശരി സാർ, ഞാൻ പോയിട്ട് പേര് കൊടുക്കട്ടെ. ഓക്കെ. എടാ, എന്റെ പേര് കൂടി ഒന്ന് കൊടുക്കൂ, ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് വരാം. ആ ശരി. സൂര്യ, നമ്മുടെ ജോണിന്റെ പേരോട് കൊടുക്കട്ടെ? കൊടുക്കാടെ സമയമുണ്ടല്ലോ. അവൻ ഇന്നലെ രാത്രി മുതലേ കാണാനില്ലടാ. കോളേജിലും വന്നിട്ടില്ല. ഫോൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വല്ലതും നടക്കും. നമുക്ക് നോക്കാം. മച്ചാനെ, നീ റെഡിയല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. റൈഡാ. എന്താ പറ്റി? എന്താ എന്ത് പറ്റി? കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കടാ. ഞാൻ അതിനു വേണ്ടി വന്നല്ലടാ. ക്യാമ്പിലെ വെള്ളം അടിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞത്? വെള്ളടിക്കാൻ പറ്റില്ലെന്നോ? ഇനിയിപ്പൊ വെള്ളടിക്കാൻ സമ്മതിച്ചാ തന്നെ അത് വാങ്ങാൻ നമ്മുടെ കയ്യില് 5 പൈസ ഇല്ലല്ലോ. കാശില്ല, കാശില്ല, കാശില്ല. നമ്മളെ പോലുള്ള എല്ലാ മിഡിൽ ക്ലാസ്സുകളുടെയും പ്രശ്നം തന്നെ ഇതാ. പ്രോബ്ലം എന്ന് പറഞ്ഞ എന്താടാ? പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തണം. ആ സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. എന്താടാ അത്? നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന സ്ക്രാപ്പെല്ലാം എടുത്ത് വിറ്റേക്കാം. ഈ ഡാസ്ലിംഗ് രാജ്യം ഉള്ളിടത്തോളം കാലം മദ്യമൊന്നല്ല, അച്ചാർ ഉൾപ്പെടെ ഒന്നും മിസ്സാവില്ല. അതൊക്കെ ഓക്കെ, പക്ഷെ ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോവാ? ഡിയർ ബോയ്സ്, ഈ 3 വർഷത്തിലെ ഡിപ്ലോമ കോഴ്സില് എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഇപ്പൊ കാണിക്കാൻ പോവാ. ഓക്കേ?